ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CGLന്റെ ആപ്ലിക്കേഷൻ ഒക്കെ കറക്ഷൻ വിൻഡോ അല്ല, ആപ്ലിക്കേഷന്റെ ഡേറ്റ് ഒരു ഇച്ചിരി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് അല്ലേ. നമ്മുടെ 22 ലാസ്റ്റ് ഡേറ്റ്, അതൊന്ന് എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട്. 26 വരെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ CGLന് വേണ്ടി നമ്മൾ എല്ലാവരും കഠിനമായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുതിയതായിട്ട് CGLനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഭവം എന്താ, സെക്ഷണൽ ടൈമിംഗ് അല്ലേ, ആണല്ലോ. അപ്പം 25 ക്വസ്റ്റ്യൻ ആണ് എല്ലാത്തിനകത്തും വരുന്നത്. 15 മിനിറ്റ് ആണ് നമ്മുടെ സെക്ഷണൽ ടൈമർ വരുന്നത്. നമുക്കിപ്പോൾ ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ഈ 25 ക്വസ്റ്റ്യൻ മാത്സ് റീസണിങ് 15 മിനിറ്റിൽ സോൾവ് ചെയ്യും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു 25 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ സെഷനകത്ത് പറയാനായിട്ട് പോകുന്നത്. ബട്ട് നമ്മൾ പറയുമ്പോൾ 15 മിനിറ്റ് അല്ല, അതിൽ ഒത്തിരി പോകും. കാരണം ആ ഒരു ഷോർട്ട് ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് പറഞ്ഞു തരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അല്ലേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കണ്ട അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു ഷോർട്ട് ടൈം, 1 മിനിറ്റ് പോലും എടുക്കാനുള്ള ടൈം നമുക്കില്ല. ഒരു 30 സെക്കൻഡ് നോക്കുക. ഓക്കെ, ആ 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, നിങ്ങൾക്കത് പറ്റിയെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഇനി അതല്ല പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് ട്രിക്കുകൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പം ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? വേണമെങ്കിൽ ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ചോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ മാർക്കാണ്, സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, 25 ക്വസ്റ്റ്യൻ 15 മിനിറ്റിൽ ആയപ്പോൾ തന്നെ നമുക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻസ് വരാൻ വലിയ വഴിയില്ല. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏകദേശം എന്തായിരിക്കും, ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വളരെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. സിംപ്ലിഫിക്കേഷനും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും ആവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, സിംപ്ലിഫിക്കേഷൻ ആണ്. പറഞ്ഞേ എത്ര സമയം എടുക്കണം, എന്താണ്ട് നമുക്ക് സമയം നോക്കാം. നോക്കിക്കേ, എക്സ് ആണല്ലേ, അപ്പൊ നമുക്ക് എക്സ് ബൈ √81 9 16 ബൈ 8. ഈ 8 ഇതും കൂടെ ക്യാൻസൽ ചെയ്യും. എക്സിന്റെ വാല്യൂ എത്ര, 80. സിമ്പിൾ. ഓക്കെ അല്ലേ, സിംപ്ലിഫിക്കേഷൻ ആണ്. സെറ്റ് ആണല്ലോ. √81 എന്താ, 9 ആണ്. നോക്കിക്കോണേ, ടൈമും കൂടി നോക്കിക്കോണം കേട്ടോ. √81 എന്ന് പറയുന്നത് 9 ആണ്. √256 എന്താ, 16 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ 8 ആണ് നമ്മൾ ചെയ്തത്, വിച്ച് ഇസ് ഈക്വൽ ടു 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എക്സിന്റെ വാല്യൂ എന്താ, 18. എത്ര സെക്കൻഡ് നമ്മൾ എടുത്ത് കാണും, ഒരു 10 സെക്കൻഡ് അല്ലേ. സിമ്പിൾ ആണല്ലോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ബിക്കോസ് നമുക്ക് ടൈമിങ് സെക്ഷണൽ ടൈമിംഗ് അല്ലേ. അപ്പം സിംപ്ലിഫിക്കേഷൻ സോൾവ് ചെയ്യാൻ വലിയ സമയം നമുക്ക് എടുക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ട്രയാങ്കിൾ ഹാസ് എ റൈറ്റ് ആംഗിൾ വേർ ഇറ്റ് ഇസ് സർക്കംസെന്റർ ലൊക്കേറ്റഡ്. പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞ ഉത്തരം പറഞ്ഞേ, ഒറ്റ സെക്കൻഡ് മതി. എന്താണ് ഒരു ട്രയാങ്കിൾ, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ എവിടെയായിരിക്കും? എവിടെ ആയിരിക്കും വരുന്നത്? ഓൺ ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണോ, ഓൺ ദ വെർട്ടെക്സ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ആണോ, ഇൻസൈഡ് ദ ട്രയാങ്കിൾ ആണോ, ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ ആണോ? ഒരു റൈറ്റ് ട്രയാങ്കിളെ സംബന്ധിച്ച് അതിന്റെ ലോങ്സ്റ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസിലായിരിക്കും എന്തെന്ന് പറയുന്നത്, സർക്കംസെന്റർ. ശരിയല്ലേ? ഓക്കെ അല്ലേ? സോ ഇങ്ങനത്തെ തിയറി പോർഷൻസും ഇൻക്ലൂഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം എന്തുകൊണ്ടാ, സെക്ഷണൽ ടൈമിംഗ് അല്ലേ. ഇതിനൊന്നും നമുക്ക് വലിയ ടൈം എടുക്കുന്ന കേസ് അല്ല അല്ലേ. ഇതിനൊക്കെ നമുക്ക് വലിയ ടൈം എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ തിയറി പോർഷൻസ്, ജോമെട്രി, ട്രിഗണോമെട്രി, ഇതിനകത്തൊക്കെ നമുക്ക് കുറെ, പ്രത്യേകിച്ച് ജോമെട്രിക്കകത്ത് ഒരുപാട് തിയറിയും കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യണം, ഒന്ന് നല്ല രീതിയിൽ നോക്കിയിട്ട് പോകണം. അതായത് നോക്കി മീൻസ് പഠിക്കുന്ന കൂട്ടത്തിൽ അതും കൂടി എന്ത് ചെയ്യാം, നോക്കി വെക്കാം. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എത്ര സമയം എടുക്കുമെന്ന് നോക്കാം. The radius of 2 circles are 7 centimeter and 3 centimeter. The centers of the 2 circles are 26 centimeter apart. What is the length of the transverse common tangent? എന്താണ് ട്രാൻസ്വേഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, ഞാൻ ഇക്വേഷൻ അതിന് മുമ്പ് പറയാം. അത് നമുക്ക് അറിയാവുന്ന കണക്ക് 26ന്റെ സ്ക്വയർ മൈനസ് 7 3 10. അപ്പോൾ 26 10 24 √24. എങ്ങനെയാണ് ഇത് വരുന്നത്? എത്ര സെക്കൻഡ് എടുത്തു കാണും? ഒറ്റ മിനിറ്റ് എടുത്ത് കാണുമോ? ഇല്ല. എന്താണ് സംഭവം? റേഡിയസ് ഓഫ് ഞാൻ എക്സ്പ്ലനേഷൻ കൂടെ തരാം, കാരണം നമുക്ക് എക്സ്പ്ലനേഷൻ വേണം. നിങ്ങൾക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ പോകണമെന്ന് അറിയണമല്ലോ. റേഡിയസ് ഓഫ് 2 സർക്കിൾ എന്ന് പറയുന്നത് 7 3 ആണ്. ആൻഡ് ദ സെന്റേഴ്സ് ഓഫ് ദ 2 സർക്കിൾ, 2 സർക്കിളിന്റെ സെന്റേഴ്സ് എന്ന് പറയുന്നത് 26 സെന്റിമീറ്റർ എപ്പാർട്ടാണ്. അപ്പം ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റ്, നമുക്ക് എന്തായിരുന്നു ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ?
ട്രാൻസ്വേഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √d² - r1 + r2 the whole square. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ദേ ഇവിടെ ഞാൻ ഇത് ചെയ്തത്. ആദ്യം ഞാൻ ഇക്വേഷൻ പറയാത്തതാണ്, എത്ര സെക്കൻഡിൽ നമ്മളിത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. സെറ്റ് ആണോ? ക്ലിയർ ആണോ? എന്താണ് √d² - r1 + r2 the whole square ആണ് ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റിന്റെ എന്ത് ഇക്വേഷൻ. സോ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സർക്കിൾസ് ആണ്. അത് 26 ആണ്. ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 26 ആണ്. ദെൻ r1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 7ഉം r2ന്റെ വാല്യൂ എന്താണ്? r2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 3ഉം ആണ്. സോ 7 + 3 10, 26ഉം 10ഉം റൈറ്റ് ട്രയാങ്കിളിന്റെ പൈതഗോറസിന്റെ ഇതല്ലേ ട്രിപ്ലറ്റ് അല്ലേ വരുന്നത്? 26, 10, 24 അല്ലേ വരിക? സോ ഓപ്ഷൻ നമ്പർ എ ആണ് നമ്മുടെ ഉത്തരവായിട്ട് വരിക. ഇനി ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ആണെങ്കിലോ, ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ഇക്വേഷൻ എന്താ? √d² - r1 - r2 the whole square. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. √d² - r1 - r2 the whole square ആണ് ഡയറക്റ്റ് കോമൺ ടാൻജന്റ്. സെറ്റ് ആണോ? ക്ലിയർ ആണോ? എത്ര സെക്കൻഡ് എടുത്ത് കാണുമെന്ന് ഊഹിക്കാമല്ലോ. വലിയ സമയമൊന്നും എടുത്തില്ല. ഇക്വേഷനും കാര്യങ്ങളും ഒന്നും നമുക്ക് എഴുതണ്ട, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. ഇക്വേഷൻ നമുക്ക് അറിയാം. ഓക്കെ അല്ലേ? സോ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇഫ് സൈൻ 90 - θ കാണാലോ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ θ is acute and what is the value of sin θ in terms of x? എന്താണ് സൈൻ ഓഫ് 90 - θ? നോക്കിക്കേ, സൈൻ ഓഫ് 90 - θ എന്ന് പറയുന്നത് എന്താ? കോസ് θ is equal to x ആണ്. We have, നമുക്കറിയാം sin θ + cos² θ, sin² θ + cos² θ x ആണ്. സോ 1 ആണ്. സോ 1 - x² എന്ന് വരും. √1 - x². ഓപ്ഷൻ നമ്പർ എ. ചെയ്യാൻ പറ്റുമോ? എന്താ ഇവിടെ പറഞ്ഞേ? സമയം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് സ്പീഡപ്പ് ആയി ചെയ്ത് കാണിച്ചു തരുന്നതാണ്. എക്സ്പ്ലനേഷൻ പുറകെ വരും. ഓക്കെ അല്ലേ? അതായത് കോസ് θ, സൈൻ ഓഫ് 90 - θ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഓഫ് 90 - θ, സൈൻ ഓഫ് 90 - θ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് θ ആണ്. സോ വി ഹാവ് കോസ് θ എന്താണ്? എക്സ് ആണ്. ശരിയാണോ? sin² θ + cos² θ എന്താ മക്കളെ? sin² θ + cos² θ equal to 1 അല്ലേ? ആണോ? സോ sin² θ is equal to 1 minus √cos² θ അല്ലേ? cos θ എന്ന് പറഞ്ഞ എക്സ് അല്ലേ? സോ √1 - x². ആണോ? അതല്ലേ കിട്ടുന്നത്? ഓപ്ഷൻ നമ്പർ എ. സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട 2 ഐഡന്റിറ്റീസ് ഏതൊക്കെയാ? സൈൻ ഓഫ് 90 - θ എന്താണ്? കോസ് θ ആണ്. sin² θ + cos² θ 1 ആണ്. ക്ലിയർ? കിട്ടിയല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പ്രൈസ് ഓഫ് ആൻ അസറ്റ് ഇസ് ഡിക്രീസ്ഡ് ബൈ x% and then increased by x%. Final price become 15% less than the original. അങ്ങനാണെങ്കിൽ what is the value of x? പെട്ടെന്ന് ചെയ്യാം. That is -x²/100 ആണ് 15 എന്ന് പറയുന്നത്. സോ x²ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1500, എക്സിന്റെ വാല്യൂ √1500. √1500 എന്ന് പറയുമ്പോൾ 1600 അടുത്തുള്ളൊരു വാല്യൂ, അതായത് 40 അടുത്തുള്ള വാല്യൂ, ഈ വാല്യൂ കട്ട് ചെയ്ത് പോവാം. ഓപ്ഷൻ നമ്പർ ബി 38.3. എത്ര സെക്കൻഡ് എടുത്ത് കാണും? 1 മിനിറ്റ് എടുത്ത് കാണത്തില്ല. ഓക്കെ ആണോ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ഇക്വേഷൻ എങ്ങനെ വന്നു നോക്കിക്കേ. ഒരു അസറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ബൈ x% ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് ബൈ x% എന്നാ. സോ നെറ്റ് നമ്മുടെ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? നെറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇക്വേഷൻ -x²/100 ആണ്. ശരിയല്ലേ? അതായത് നമ്മുടെ ഇക്വേഷൻ a + b + അല്ലെങ്കിൽ ab/100 അല്ലെങ്കിൽ x + y + xy/100 ആണ്. ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സോ അറ്റ് ദ സെയിം ടൈം ഡിക്രീസ്ഡ് ആണ്, ഇൻക്രീസ്ഡ് ആണ്. പ്ലസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയിട്ട് -x²/100 എന്നാണ് വരുന്നത്. സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അവർ എത്ര തന്നിരിക്കുന്നത്? 50% എന്ന് തന്നിരിക്കുന്നു അല്ലേ? അതായത് അങ്ങനെ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ? 15% ഒറിജിനലേയും കാട്ടി കുറവാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താ? ഇപ്പോൾ അതിന്റെ ഉത്തരം -x²/100 കിട്ടുന്നത് 40 എന്ന് കിട്ടുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 100-ൽ നിന്നും 40 കുറവാണെന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 100-ൽ നിന്നും 15 കുറവാണെന്നാ. സോ x² എന്ന് പറയുന്ന വാല്യൂ 15, x²/100 എന്ന വാല്യൂ 15 ആണെങ്കിൽ x² എന്തായിരിക്കും? 1500. എക്സിന്റെ വാല്യൂ എന്താ? √1500. റൂട്ട് കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? 1600 വരുവാണെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ 40 അല്ലേ വരുന്നേ? ആണോ? സോ 40-നപ്പുറം പോകില്ല. ആൻഡ് ഓൾസോ 35ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക്, അതായത് 40 1600 തൊട്ടടുത്ത് നിൽക്കുന്ന വാല്യൂ 1500 ആണ് അല്ലേ? തൊട്ടടുത്ത് നിൽക്കുക. അപ്പൊ 40 തൊട്ടടുത്തിരിക്കുന്ന നമ്പർ നോക്കിയാൽ മതി. 35 വരെ പോകണ്ട,
38.3. ഈ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉത്തരം കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓപ്ഷനും കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The average of 8 number is 54. When one number is removed, the average becomes 51. What number was removed? 8 number 8 into 4 32, 7 into 1 7, 12 7 കുറച്ച് 5, യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന ഒരേ നമ്പർ 75. എത്ര സെക്കൻഡ് എടുത്ത് കാണും? 1 മിനിറ്റ് എടുത്ത് കാണോ? 30 സെക്കൻഡ് എടുത്ത് കാണോ? ഇല്ല. നോക്കിക്കേ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 8 നമ്പറിന്റെ ആവറേജ് എന്ന് പറയുന്നത് 54 ആണ്. ഒരു നമ്പർ റിമൂവ് ചെയ്യുമ്പോൾ ആവറേജ് 51 വന്നു എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ റിമൂവ് ആയി എന്ന് പറഞ്ഞാൽ 7 നമ്പർ ആയി. അങ്ങനെ വരുമ്പോൾ ആവറേജ് 51 ആയി എന്നാ പറഞ്ഞേ. നമുക്ക് പല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ ഇവിടെ ഞാൻ ഉപയോഗിച്ച ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മളിവിടെ എങ്ങനെയാ ചെയ്യുന്നത്? ആ നമ്പർ എന്ന് പറഞ്ഞാൽ 8 into 54 ചെയ്യുമ്പോൾ ഒരു തുക കിട്ടും, ഒരു സം കിട്ടും. ആ സമ്മിൽ നിന്നും 7 into 51, 7 നമ്പേഴ്സിന്റെ സമ്മ്, 8 നമ്പേഴ്സിന്റെ സമ്മിൽ നിന്നും 7 നമ്പേഴ്സിന്റെ സം കുറയ്ക്കുമ്പോഴല്ലേ നമുക്ക് ആ നമ്പർ കിട്ടുക? ആണല്ലോ. 8 നമ്പേഴ്സിന്റെ സമ്മിൽ നിന്നും 7 നമ്പേഴ്സിന്റെ സം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ആ സംഖ്യ കിട്ടുക. ആണോ? 8 നമ്പേഴ്സിന്റെ സമ്മ് 8 into 54, 8 into 4 32, യൂണിറ്റ് പ്ലേസിൽ 2 വരും. 7 into 51, യൂണിറ്റ് പ്ലേസിൽ 7 വരും. അതായത് ഇതിന്റെ ഡിഫറൻസ് 12 7 കുറച്ച യൂണിറ്റ് പ്ലേസിൽ 5 ഉള്ള ഒരു നമ്പർ ആയിരിക്കും അല്ലേ? 5 ഉള്ള ഒരേ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ, ഓപ്ഷൻ നമ്പർ സി. ഓക്കെ, സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഇതെങ്ങനെ ചെയ്യുന്നത്? 8 into 54 minus 7 into 51. അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 3. ഇവിടുത്തെ ഡിഫറൻസ് എന്താ? 1. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഈ 54 into 1 ചെയ്യണം. 54 into ഈ ഡിഫറൻസ് ചെയ്യണം. ദെൻ അടുത്ത 3, ആ ഡിഫറൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഈ ഡിഫറൻസ് ഇൻറ്റു ദിസ് നമ്പർ, അതുപോലെ ഈ ഡിഫറൻസ് ഇൻറ്റു ഇവിടെ വരുന്ന ലാസ്റ്റ് നമ്പർ. അങ്ങനെയാണ് ഇത് ചെയ്യുക. സോ 51 21 75 അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഈ മെത്തേഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 1 മിനിറ്റ് പോലും നിങ്ങൾ എടുക്കത്തില്ല, 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ രീതി ചെയ്താൽ മതി, നമുക്ക് ഉത്തരം പോരെ. ബട്ട് ഇവിടെ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ 2 നമ്പറിനകത്ത് യൂണിറ്റ് പ്ലേസിൽ 5 ഓപ്ഷൻ വരുവാണെങ്കിൽ നമ്മുടെ പണി പാളും, നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അത് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെറ്റ് ആണല്ലോ? ക്ലിയർ അല്ലേ? ദെൻ മൂവിങ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റെക്ടാങ്കുലർ വാട്ടർ ടാങ്ക് മെഷറിംഗ് 60 സെന്റിമീറ്റർ ഇൻ ലെങ്ത്, 40 സെന്റിമീറ്റർ ഇൻ വിഡ്ത്ത്. സ്പീഡിൽ വായിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ പതുക്കെ ഇരിക്കരുത്, സ്പീഡിൽ തന്നെ വായിച്ച് എന്ത് ചെയ്യുക? പോവുക. ആൻഡ് 50 സെന്റിമീറ്റർ ഇൻ ഹൈറ്റ് കണ്ടെയ്ൻസ് വാട്ടർ അപ് ടു ഡെപ്ത് ഓഫ് 15 സെന്റിമീറ്റർ. 20 identical solid metal spheres, each with a diameter of 6 centimeter, are completely submerged in the tank. What is the rise in the water level? How? എങ്ങനെയാ? വാട്ടർ ടാങ്കിൽ വരുമ്പോൾ 60 into 40 into 15 വരും. Then 20 identical, 20 into 4/3 into 4/3 pi into sphere അല്ലേ, 4/3 pi r cube, that is 3 cube എന്ന് വരും. 3 into 3 into 3 into അതിന്റെ ഹൈറ്റ് നമ്മൾ ഇവിടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇൻറ്റു എച്ച്. ഒരു സെക്കൻഡ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അതായത് ഇപ്പൊ ഞാനങ്ങ് പറഞ്ഞു തരാം. 60 into 60 ആണ് ലെങ്ത്, 40 ആണ് വിഡ്ത്ത്, ദെൻ 50 സെന്റിമീറ്റർ അതിന് ഹൈറ്റ് ഉണ്ട്. അതിനകത്ത് എത്രയാണ് വെള്ളം ഇരിക്കുന്നത്? 15 സെന്റിമീറ്റർ ആണ് വെള്ളം ഉള്ളത്. വാട്ടർ കണ്ടെയ്ൻസ് ഡെപ്ത് 15 സെന്റിമീറ്റർ ആണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? 20 ഐഡന്റിക്കൽ മെറ്റൽ സ്ഫിയർ അതിനകത്ത് ഇമേഴ്സ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ വാട്ടർ ലെവൽ എത്ര റൈസ് ആകും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ഇതിന്റെ വോളിയം, അതായത് ആ ടാങ്കിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? നമ്മൾ ഇമേഴ്സ് ചെയ്ത മെറ്റൽ സ്ഫിയേഴ്സിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഈക്വൽ ആവുമ്പോൾ 3 ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ഈ 4ഉം ക്യാൻസൽ ചെയ്ത് പോകും. 20യും ഇതും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3, ഈ 3യും കൂടെ ക്യാൻസൽ ചെയ്യും. സോ എച്ച് എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഇസ് ഈക്വൽ ടു 3 pi/10. 3 pi/10. എച്ച് ഇസ് ഈക്വൽ ടു 3 pi/10. ഒറ്റ ഒരു ഇക്വേഷൻ, ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അത് ആദ്യം ഒരു കൺഫ്യൂസിങ് ആയിട്ട് വന്നത് കൊണ്ടാണ്. ഓക്കെ അല്ലേ? അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന 50 സെന്റിമീറ്ററോ ഈ ഒരു 50 സെന്റിമീറ്ററിന്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ,
ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ ആ വാട്ടർ ടാങ്കിന്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു വാട്ടർ ടാങ്കിൽ എത്ര റൈസ് ചെയ്യുന്നു വെള്ളം, ആ വെള്ളം അവിടെ ഹൈറ്റ് ആയിട്ട് ഇട്ടേക്കുക. ബാക്കി എന്ത് ചെയ്യുക, ആ നമ്മുടെ മെറ്റൽ സ്പിയേഴ്സ് 20 മെറ്റൽ സ്പിയേഴ്സിന്റെ വോളിയം ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Rohan goes to his office from his house at a speed of 4.5 km/h and returns at a speed of 3.2. If he takes a total of 4 hours, the entire round trip, what is the distance between? So, average speed 2 into 4.5 into 3.2 divided by 7.7 into സമയം എത്രയാണ്? 4 ആണല്ലേ? അതിന്റെ പകുതി മതി. ഓക്കെ അല്ലേ? സോ 2 ക്യാൻസൽ ചെയ്ത് പോകാം. 3277. അപ്പം ഈ 4.5നെ ഞാൻ 9/2 എന്ന് എഴുതുവാണേ. 4.2 9/2. ഈ 2ഉം ഇതും കൂടെ പോയ 2. സോ നമുക്ക് എന്ത് കിട്ടും? 77. 33 ആവുമ്പോൾ 3 പ്രാവശ്യം 11 7 6 32. 7 പോയിന്റ് സംതിങ് ആയിരിക്കും വരുന്നത്. 7.48. എങ്ങനെയാ വന്നേ? 7.48 കിട്ടും. 7 3 27 27 54. 57 ഡിവൈഡ് ബൈ 7 58ന്റെ അടുത്തല്ലേ? ദാറ്റ് ഇസ് 7.48 എന്ന് വരും. എന്താ നോക്കിക്കേ, എന്താണ്? അതായത് റോഹൻ 2 സ്പീഡ് ഉണ്ടല്ലേ? 2 സ്പീഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 സ്പീഡ് 4.5 ഇൻറ്റു 3.2 ഡിവൈഡഡ് ബൈ എന്താണ്? 7.7 ആണോ? ദെൻ ഇൻറ്റു ഇത് ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് അതിന്റെ പകുതി മതി. ഓക്കെ ആണോ? പോരെ? ഇത്രയും പോരെ? ദെൻ അടുത്ത് നോക്കിക്കേ. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി. ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുമ്പം ഈ രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഈ 4.5നെ ഞാൻ 9/2 4.5 എന്ന് എഴുതി. 3.2നെ എനിക്ക് വേണമെങ്കിൽ 32/10 എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു 4 താഴെ എന്താ? 7.7. ഓക്കെ ആണോ? ഈ 2ഉം ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? പോകുമല്ലോ. ദെൻ 77. ഒരു 0 കൂടെ വരുവാണെങ്കിൽ 77. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. 7 32. 7.7 അപ്രോക്സിമേറ്റ് 8 എടുത്താലും 8 ഇവിടെ തെറ്റിയല്ലോടാ. എവിടാണ് തെറ്റിയത്? അതായത് 9/2 എന്ന് എടുക്കാം. ഇൻറ്റു 32നെ 32/10 എന്ന് എടുക്കാം അല്ലേ? ദെൻ ഇൻറ്റു 4 ഇവിടെ 2 ഇല്ലായിരുന്നോ? ആവറേജ് സ്പീഡ് 2xy ഡിവൈഡ് ബൈ x പ്ലസ് y ദെൻ ഇൻറ്റു ടൈം ഇൻറ്റു 2. ഓക്കെ അല്ലേ? ദെൻ 4 ഇൻറ്റു ഒരു 2 ഉണ്ട്. ഇവിടെ താഴെ എന്ത്? 7/7 ഉണ്ട്. 9/2 ഇവിടുത്തെ ഒരു 2 അങ്ങ് കളഞ്ഞോ? ഓക്കെ. ഈ 2 അതുപോലെ തന്നെ എഴുതുക. 4.5നെ 9.2 എന്ന് ഇട്ടു. 32നെ 32/10 എന്ന് ഇട്ടു. താഴെ 7.7 ഉണ്ട്. 4 ഇൻറ്റു 2 ഉണ്ട്. ഇത് ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോവും. ഈ 2ഉം ഇതും കൂടി എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോവും. ഓക്കെ ആണോ? ദെൻ അടുത്ത ഇനി എങ്ങനെയാ ക്യാൻസൽ ചെയ്ത് പോകുന്നത്? അപ്രോക്സിമേറ്റ് 8 എടുക്കുവാണെങ്കിൽ 8 ഇൻറ്റു 4. ഓക്കെ ആണോ? ദെൻ ഇനി എന്താ ഉണ്ട്? 8 ഇൻറ്റു 9 72 ബൈ 10. 7 പോയിന്റ് സംതിങ് അല്ലേ വരുന്നത്? ആണോ? 7 പോയിന്റ് സംതിങ് അല്ലേ വരുന്നത്? താഴെ പോയിന്റ് ആണ്. സോ 7.48. ഓക്കെ, കിട്ടിയോ? ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സമയം കിട്ടും. ഇൻറ്റു എന്ത് ചെയ്യുക? ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കിട്ടും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അതിന്റെ പകുതിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 36 ഇൻറ്റു 2 72. 72ന്റെ 7 സംതിങ്. ഓക്കെ, സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. A shopkeeper offers a festival deal, flat ₹100 off on every purchase above ₹1000. What is the effective discount percentage if a buyer purchases an item marked 1600? 1500. 100 രൂപ ഓഫ് കിട്ടി 1500-ന്. അപ്പൊ എന്തായിരിക്കും ഡിസ്കൗണ്ട്? 100 ഡിവൈഡഡ് ബൈ 1500 ഇൻറ്റു 100.
100/15 5 കൊണ്ട് ക്യാൻസൽ ചെയ്തൂടെ 3 പ്രാവശ്യം 20 20/3 എത്ര 6.66. ഓക്കെ അല്ലേ? 100 രൂപ ഓഫാണ് 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ. എന്നാൽ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇഫ് എ ബയർ പർച്ചേസസ് ആൻ ഐറ്റം മാർക്ക്ഡ് 1500. 1500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എത്ര 100 രൂപ ഓഫ് ബൈ 1500 ഇൻറ്റു 100. ഈ 20/3 ഒക്കെ ഉള്ളത് 6.66 എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എത്ര സമയം വേണ്ടി വരും ഇതിന്? ഓർക്കാമല്ലോ, സെറ്റ് ആണല്ലോ. ദെൻ the average of 10 result is 60. If the top 2 results are excluded, average become 50. അങ്ങനെയാണെങ്കിൽ average of top 2 result 10 × 60 600. രണ്ട് നമ്പർ പോയാൽ 8 8 × 50 400 200. ആവറേജ് എത്ര? 100. ഓപ്ഷൻ നമ്പർ ബി. എങ്ങനെയാ ചെയ്യുന്നേ? 10 നമ്പേഴ്സിന്റെ ആവറേജ് 60 ആണ്. അപ്പൊ സം എന്തായിരിക്കും? 600 ആയിരിക്കില്ലേ? ടോപ്പ് 2 റിസൾട്ട് എക്സ്ക്ലൂഡ് ചെയ്യുന്നു. 2 നമ്പർ അതിൽ നിന്ന് മാറ്റുക. അതായത് 10ൽ 2 നമ്പർ പോയാൽ ബാക്കി 8 നമ്പേഴ്സ്. അപ്പോൾ ആവറേജ് എന്താ? 50. സോ 8 × 50 സം എത്ര? 400. അങ്ങനെയാണെങ്കിൽ ആ സമ്മിൽ നിന്നും നമ്മളിപ്പോ കണ്ടുപിടിച്ച സം കുറയ്ക്കുവാണെങ്കിൽ ആ 2 നമ്പേഴ്സിന്റെ സം കിട്ടും. സമ്മിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ആവറേജ് കിട്ടും. ദാറ്റ് ഇസ് 100. സെറ്റ് ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒന്നും ചെയ്യാനായിട്ട് നിൽക്കല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ വിത്ത് സെന്റർ O, chord AB and CD are equal length. If the distance from O to AB is 6, what is the distance from O to CD? 6. Equal length ആണെങ്കിൽ they are equidistant from the center. അല്ലേ? Equidistant from the center. രണ്ട് കോഡ് ഉണ്ട്, ABയും CDയും. ഈ രണ്ട് കോഡും ഈക്വൽ ലെങ്ത് ആണെങ്കിൽ they are equidistant from the center ആയിരിക്കും. ഓക്കെ, നോട്ട് ചെയ്തോണേ. 6 ആയിരിക്കും ഉത്തരം. എത്ര സെക്കൻഡ്? ഒറ്റ സെക്കൻഡ്. തെറ്റാണോ? ക്ലിയർ അല്ലേ? അത് അറിഞ്ഞൂടെങ്കിൽ കിട്ടില്ല. Sudarshan can copy 10 pages in 4 hours. Sudarshan and Prakash together can copy 120 pages in 6 hours. In how much time can Prakash copy 30 pages? 40 പേജ് 4 മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂർ 10 പേജ്. സുദർശനും പ്രകാശനും കൂടി 120 പേജ് 6 മണിക്കൂറിൽ. അപ്പോൾ 1 മണിക്കൂറിൽ 20 പേജ്. 1 മണിക്കൂർ സുദർശൻ 10, പ്രകാശ്. അപ്പോൾ സോ പ്രകാശ് 1 മണിക്കൂറിൽ 20 പേജ് 10 പേജ്. അങ്ങനാണെങ്കിൽ 30 പേജ് കണ്ടുപിടിക്കാൻ 3 മണിക്കൂർ. എങ്ങനെയാ ചെയ്യുന്നത്? അതായത് സുദർശൻ കോപ്പി 40 പേജസ് ഇൻ 4 hours. 40 പേജ് 4 മണിക്കൂർ എടുത്തിട്ടാണ്. 1 മണിക്കൂറിലുള്ളതാണ് അയാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ആണോ? 1 മണിക്കൂർ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് എഫിഷ്യൻസി. സോ 1 hourൽ 10 പേജ് ടൈപ്പ് ചെയ്യും. സുദർശനും പ്രകാശനും കൂടി 120 പേജ് 6 മണിക്കൂർ കൊണ്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ 120/6 20 പേജ് ടൈപ്പ് ചെയ്യും. സോ നോക്കിക്കേ, 1 മണിക്കൂർ കൊണ്ട് സുദർശനും പ്രകാശും കൂടി 20. 1 മണിക്കൂറിൽ സുദർശൻ മാത്രം 10. അങ്ങനെയാണെങ്കിൽ പ്രകാശ് 1 മണിക്കൂറിൽ 1 hourൽ എത്ര പേജ്? 10 പേജ്. 1 മണിക്കൂറിൽ 10 പേജ് ആണെങ്കിൽ 30 പേജ് ടൈപ്പ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? 3 മണിക്കൂർ. ഓപ്ഷൻ നമ്പർ ബി. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഇരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ സ്പെൻഡ് 80% of his income. Due to inflation, his expense increases by 25%. Income increases by 10%. Income 80 ചെയ്യുന്നു. സേവിങ്സ് അപ്പോൾ എത്ര ആയിരിക്കും? 20 ആയിരിക്കും. ഇൻഫ്ലേഷൻ വരുന്നു. എക്സ്പെൻസ് ഇൻക്രീസസ് ബൈ 25%. 80ന്റെ 1/4. 80ന്റെ 1/4 എത്ര? 20 കൂടുന്നു. ഇൻകം ഇൻക്രീസസ് ബൈ 10. സോ 20ന്റെ കൂടെ എന്ത് ചെയ്താൽ 10 കിട്ടുന്നേ? -10. സോ 10/20 ഇൻറ്റു 100. 100ന്റെ പകുതി 50%. നെഗറ്റീവ് ആണ്. 50% ഡിക്രീസ്. എങ്ങനെയാ ക്വസ്റ്റ്യൻ ചെയ്തേ? എത്ര സമയം എടുത്തു? 1 മിനിറ്റ് എടുത്തു കാണുമോ? നോ. ഓക്കെ, അതായത് ഒരാളെന്ന് നോക്കിക്കേ, എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഒരാളെന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണ്. ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടെ കൂട്ടുന്നതാണ്. ആണല്ലോ. ഇൻകം 100 എടുക്കുക. 80% സ്പെൻഡ് ചെയ്തു. ദാറ്റ് ഇസ് 80 സ്പെൻഡ് ചെയ്തു. 20% എന്ത് ചെയ്യുന്നു? അപ്പോൾ സേവ് ചെയ്യുന്നു. ഇനി പറഞ്ഞിരിക്കുന്നത് ഇൻഫ്ലേഷൻ വരുമ്പോൾ എക്സ്പെൻസ് ചെലവ് കൂടി. 25% കൂടി. 80 രൂപയായിരുന്നു നേരത്തെ ചെലവ്. അതിപ്പോൾ 25%. 80ന്റെ 25 എന്ന് പറഞ്ഞാൽ 80ന്റെ 1/4. 20 രൂപ കൂടി എന്നാണ് പറയുന്നത്. ആണല്ലോ. ഇനി ഇൻകം എങ്ങനെ കൂടി? 10% കൂടി. 100ന്റെ 10%. 10 കൂടി. നോക്കിക്കേ, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴല്ലേ നമുക്ക് 10 വരണ്ടേ? 20ന്റെ കൂടെ എന്ത് കൂട്ടിയാലാ 10 കിട്ടുന്നേ? -10 കൂട്ടണം. ആണോ? അപ്പോൾ സേവിങ്സ് എങ്ങനെ ആയിരിക്കും? 10 കുറയണം. നേരത്തെ 20 രൂപയാണെങ്കിൽ ഇപ്പൊ 10 കുറയണം. സോ 10 കുറഞ്ഞു ബൈ 20 ഇൻറ്റു 100. 100ന്റെ പകുതി എത്ര? 50.
ഓക്കെ ആണോ? ഇങ്ങനെ വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കേട്ടോ. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? പെട്ടെന്ന് ചെയ്യാലോ. ടൈമും കൂടെ നിങ്ങൾ നോക്കിക്കോണം. വളരെ സമയം നമ്മൾ എടുക്കത്തില്ല. എക്സ്പ്ലനേഷൻ കൂടെ ചെയ്തതുകൊണ്ടാണ് കുറെ സമയം പോകുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം ഇസ് 560, ഹൈറ്റ് 7, അങ്ങനാണെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും? 80 ആണോ? 80 ആണോ? എന്തുകൊണ്ടാ? ലാറ്ററൽ സർഫസ് ഏരിയ LSA എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ്, പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. അതിൽ LSA തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ശരിയല്ലേ? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് ലാറ്ററൽ സർഫസ് ഏരിയ. സെറ്റ് ആണോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. A cycle has to cover a distance of 240 km. After cycling for 4 hours and 48 minutes, he finds that he has completed 4/5 of the total distance. What is half of the speed in kilometer? Speed കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് എത്ര? 240യുടെ 4/5 ആണ് ഡിസ്റ്റൻസ്. ദെൻ എടുത്ത ടൈം 4 hours 48 minutes. 48/60. 6 8 40. 8/10. 4 and 4/5. 4/5. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഹാഫ് ഓഫ് ദ സ്പീഡാണ്. ഇതിൻ്റെ എന്ത് മതി? ഹാഫ് മതി. സോ 240 ഇൻറ്റു 4, പിന്നെന്താ വരുന്നത്? 240 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 20. 24 ഇൻറ്റു 5. 5 പോയി. 24 25 5 40. 40യുടെ പകുതി 20. 240യുടെ പകുതി 20. ഓക്കെ ആണോ? എന്താ പറഞ്ഞിരിക്കുന്നത്? 240 ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തത്. ബട്ട് സമയം 4 മണിക്കൂർ 48 മിനിറ്റും ആണ്. അത്രയും സമയം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവയൊക്കെ എന്താ മനസ്സിലായ? 4/5 ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്തോളൂ. അതായത് 240ന്റെ 4/5 നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട, അവിടെ ഇട്ടങ്ങ് ചെയ്താൽ മതി. 240ന്റെ 4/5 ഇതാണ്ടേ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്താണ്? 4:48 മിനിറ്റ്. 48 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4/5 അവർ എന്നാണ്. സോ 4 and 4/5 അത് ചെയ്യുമ്പോൾ 24/5. 5 മുകളിൽ പോയി. 24 പോയി. സ്പീഡ് എന്ത് കിട്ടി? 40. ചോദ്യം സ്പീഡ് അല്ല, ഹാഫ് ഓഫ് സ്പീഡാണ്. സോ 40ന്റെ പകുതി 20. ഓക്കെ ആണോ? സെറ്റാണോ? അടുത്ത ക്വസ്റ്റ്യൻ. A metal sphere having a radius of 12 centimeters melted down and molded into 27 identical smaller solid sphere. What is the ratio surface original area to the total surface area? സോ 12 സെന്റിമീറ്ററിന് ഇതെന്ന് പറയുന്നത് 3ന്റെ ക്യൂബാണ്. സോ 12/3. റേഡിയസ് എന്ന് പറയുന്നത് 1 ഉം 3 ഉം വരും. ഏരിയ എന്ന് പറയുന്നത് 1 ഉം 9 ഉം വരും. സോ ചെറുതിൻ്റെ അല്ലേ? അപ്പോൾ ചെറുതിൻ്റെ 27 ഇൻറ്റു 9, ദാറ്റ് ഇസ് 3:1 റേഷ്യോ. 3:1 റേഷ്യോ. എങ്ങനെയാ കിട്ടിയേ? എത്ര സെക്കൻഡ് എടുത്ത് കാണും? എത്ര സെക്കൻഡ്? നോക്കിക്കേ. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ മെറ്റൽ സ്പിയർ ഹാവിങ് എ റേഡിയസ് ഓഫ് 12 സെന്റിമീറ്റർ മെൽറ്റ് ചെയ്തു, 27 ഐഡന്റിക്കൽ ആക്കി. അങ്ങനാണെങ്കിൽ ഒറിജിനൽ സ്പിയറിന്റെ ഏരിയ ഇൻറ്റു ദെൻ കുഞ്ഞു സ്പിയർ ഉണ്ടല്ലോ, അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത്? അതായത് നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഈ 12 സെന്റിമീറ്റർ ഉണ്ട്. 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബാണ്. ആണോ? 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബാണ്. എന്ന് പറഞ്ഞാൽ 4 × 3. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് 4/3 പൈ ആർ ക്യൂബ് അല്ലേ? ദെൻ 27 സ്മോളർ ക്യൂബിൻ്റെ അറിയില്ല. 4/3 പൈ ആർ ക്യൂബ്. നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നിന്നാണ് ഷോർട്ട് കട്ട് കിട്ടുന്നത്. നോക്കിക്കേ, 4/3 പൈ ഇതും പോവും. ഓക്കെ അല്ലേ? ഇനി ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 12 ക്യൂബാണ്. 27 3 ക്യൂബാണ് ഇൻറ്റു ആർ ക്യൂബാണ്. എന്ന് പറഞ്ഞാൽ 3r ദ ഹോൾ ക്യൂബ്. ഇവിടെയോ 12 ക്യൂബ്. ശരിയാണോ? അതായത് 3r എന്ന് പറഞ്ഞാൽ 12. ആറിന്റെ വാല്യൂ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. റേഡിയസ് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ശരിയാണോ? അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ സ്മോളിന്റെ റേഡിയസ് 4ഉം മറ്റേന്റെ റേഡിയസ് എന്താ? 12 എന്ന് കിട്ടും. അങ്ങനെയാണ് റേഡിയസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 എന്ന് കിട്ടിയത്. റേഡിയസിന്റെ റേഷ്യോ 1:3 ആണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ഏതാ? സ്പിയർ അല്ലേ? സ്പിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താ? 4πr² എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് നോക്കിയാൽ മതി? സ്ക്വയർ ചെയ്താൽ മതി. സോ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 ഉം ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തും വരും? 9 ഉം വരും. ഓക്കെ അല്ലേ? ബട്ട് 27 എണ്ണം ഉണ്ട് സ്മോളർ. ഈ 4 അല്ലേ സ്മോളിൻ്റെത്? അപ്പൊ ഇൻറ്റു 27. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3:1 അല്ലെങ്കിൽ 1:3 കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഷോർട്ട് ട്രിക്ക് ആയിട്ട് നിങ്ങൾ എന്താ പഠിച്ചു വെക്കേണ്ടത്? ഈ നമ്പർ അത് എന്തിന്റെ ക്യൂബാണെന്ന് നോക്കുക. 3ന്റെ ക്യൂബാണ്. സോ 3 × 6ന്റെ ക്യൂബ്. അപ്പോൾ 12നെ 3 ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും.
ശരിയല്ലേ? സോ റേഡിയസ് 4 ആയിരിക്കും. അപ്പൊ 4ഉം 12ഉം റേഷ്യോ എന്താ? 1:3. ഡയറക്റ്റ് അങ്ങനെ എടുത്തിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ 1ഉം 9ഉം. ദെൻ കുഞ്ഞ് സ്ഫിയർ എത്ര എണ്ണം ഉണ്ട്? 27 എണ്ണം ഉണ്ട്. സോ അങ്ങനെ 27 എണ്ണം. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ക്ലിയർ ആണോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഗൗതം സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് എ സം ഓഫ് 25. ഗൗതം 25Kയും ജെറ്റിൻ ജോയിൻഡ് ഹിം 8 months later with a sum of 15K. ദെൻ 8 മാസം ഇയാളപ്പം എത്ര? ഗൗതം എത്ര? 2 വർഷം. പ്രോഫിറ്റ് ആഫ്റ്റർ 2 years 24. ഇവിടെ അപ്പം എത്ര ആയിരിക്കും? 24 8 വർഷം 16. 8 കൊണ്ട് ക്യാൻസൽ 2 3 3ഉം ഇതും കൂടി പോവുകയാണെങ്കിൽ 5 5ഉം ഇതും കൂടി പോവുകയാണെങ്കിൽ 5. 5:2 റേഷ്യോ. 5:2 റേഷ്യോ. ഗൗതം സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് എ സം ഓഫ് 25,000. 1000ന്റെ 0 ഒന്നും ഇടരുത്. 1000 ആണെങ്കിൽ K എന്ന് ഇടുക. 25K. ജെറ്റിൻ ജോയിൻഡ് ഹിം 8 months later with a sum of rupees 15K. 8 മാസത്തിന് ശേഷമാണ്. ദെൻ പ്രോഫിറ്റ് ചോദിച്ചിട്ട് 2 വർഷമാണ്. സോ ഗൗതമിന്റെ പൈസ 2 വർഷം അവിടെ കാണും. ദാറ്റ് ഇസ് 24 months അവിടെ കാണും. ജെറ്റിന്റെ എങ്ങനെയാ? 24 8 കുറയ്ക്കുക, 16 മാസം. റേഷ്യോ എടുത്താൽ മാത്രം മതി. സെറ്റാണോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. A container holds a mixture of 3 liquids ABC in the ratio 2:3:4, 2:3:5. If 60 liters of liquid A, 50 liters of liquid B and a certain amount of liquid C are added to the container, then the ratio become 4:5. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് C ആഡഡ് ആണ്. ഇതെത്ര? ഇവിടെ 16, ഇവിടെ 15. 15 60, 16 × 80, റേഷ്യോ 20. 10 ഇവിടെ 12. സോ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 20. ഒരു യൂണിറ്റ് എത്ര? 10. ഒരു യൂണിറ്റ് 10 ആണെങ്കിൽ 20 30 50. 20ഉം 16ഉം 36. സോ 4 യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് 9. 7 × 9 63. ഓപ്ഷൻ നമ്പർ ഡി 13. കിട്ടിയോ? ഇത്രയും ടൈം ഉള്ളിനുള്ളിൽ കിട്ടി കാണുമോ? ഒരു മിനിറ്റ് അടുപ്പിച്ചെടുത്ത് കാണുമോ? നമുക്ക് ടൈം നോക്കാനുള്ള ഇതില്ലായിരുന്നു, അല്ലെങ്കിൽ ടൈം നോക്കാമായിരുന്നു. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു കണ്ടെയ്നറിനകത്ത് മിക്സ്ചർ ഉണ്ട്. ആ മിക്സ്ചർ ABC എന്ന റേഷ്യോ 2:3:5 ആണ്. 16 ലിറ്റർ A, 15 ലിറ്റർ B ആൻഡ് C ആഡ് ചെയ്യുവാണ്. ഓക്കെ, അങ്ങനാണെങ്കിൽ ABCയുടെ റേഷ്യോ എന്ന് പറയുന്നത് 4:5:7 കിട്ടും. സോ ക്വാണ്ടിറ്റി ഓഫ് C ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ ആദ്യം 2 3 5 അതിനകത്ത് എന്തൊക്കെയോ ആഡ് ചെയ്തപ്പോൾ 4 5 7 ആയി. അത് അതുപോലെ അങ്ങ് എഴുതുക. ഓക്കെ ആണോ? ഇനി A ലിക്വിഡ് എത്ര ആഡ് ചെയ്തു? 16. B ലിക്വിഡ് എത്ര ആഡ് ചെയ്തു? 15. ഇവിടെ എത്ര ആഡ് ചെയ്യുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ജസ്റ്റ് റേഷ്യോ മെത്തേഡ് നോക്കിയാൽ മതി. അതായത് ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക. ഇത് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ 4 × 15 60. ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക 16 × 5 80. ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക 2 × 5 10. ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക 3 × 12 3 × 4 12. അതായത് 10ഉം 12ഉം ഡിഫറൻസ് എത്ര? 2. 80ഉം 60ഉം ഡിഫറൻസ് എത്ര? 20. ഈ യൂണിറ്റുകൾ ഈക്വൽ ആക്കുക. അതായത് 2 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഒരു യൂണിറ്റ് എത്ര? 10 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റേഷ്യോ എടുത്തത് 10 യൂണിറ്റ് വെച്ചിട്ടാണ്. അതായത് അപ്പൊ അത് എന്താവും? 20 30 50. 20 ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് എത്ര ലിറ്റർ ആഡ് ചെയ്തു? 16 ലിറ്റർ ആഡ് ചെയ്തു എന്ന് പറയുന്നു. സോ 20ന്റെ കൂടെ 16 ആഡ് ചെയ്യുമ്പോൾ പുതിയ റേഷ്യോ എത്ര കിട്ടിയേ? 36 ആണോ? അതായത് 4 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 36 എന്ന് പറഞ്ഞാൽ 4 × 9 അല്ലേ? ആണോ? ആ റേഷ്യോ അപ്പോൾ എടുത്തിരിക്കുന്നതല്ല 9 യൂണിറ്റ് വെച്ചിട്ടാ. സോ 7 യൂണിറ്റ്. 7 × 9 എത്ര? 63. 50നെ എന്ത് ആഡ് ചെയ്താൽ 63 കിട്ടും? 13. സിമ്പിൾ. ഓക്കെ ആണോ? ബട്ടർഫ്ലൈ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. റേഷ്യോയില് ബട്ടർഫ്ലൈ മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് 2 സർക്കിൾസ് ഇസ് D. The length of the direct and transverse common tangent are L and M. L square. അപ്പോൾ Lന്റെ വാല്യൂ D square. സ്ക്വയർ എടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്ക് D square - R2 - R1 the whole square ആണ് L square. M square എന്താ? D square - R2 + R1 the whole square. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര? 1000. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ റേഡിയെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ D സ്ക്വയറിന്റെ വാല്യൂ കോമൺ ആയിട്ട് എടുക്കുക. D സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ D സ്ക്വയർ - A + B × A + B the whole square ഉം A - B the whole square എന്താ? 2 times R1 square + R2 square ആണോ? ഇസ് ഈക്വൽ ടു D സ്ക്വയറും 2 R square ആണ്. അത് മറന്നുപോയി. ഇപ്പൊ രണ്ടിടത്തും 2 കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ 1000.
സോ ഡി സ്ക്വയർ R1² പ്ലസ് R2² തന്നിട്ടുണ്ട് 200 ഈക്വൽ ടു 500. അങ്ങനെയാണെങ്കിൽ ഡി സ്ക്വയറിന്റെ വാല്യൂ 300. സോ ഡിയുടെ വാല്യൂ എത്ര? 10√3. ഡിയുടെ വാല്യൂ എത്ര? 10√3. നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ടൈം ഒരിത്തിരി എടുക്കുന്നത്. എന്തായി സംഭവം എന്താണെന്ന് മനസ്സിലായോ? എന്താണ്? നമുക്ക് 1 മിനിറ്റ് പോലും എടുക്കേണ്ട ആവശ്യം ഇവിടെ വരത്തില്ല. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് ഡി ആണ്. ഡയറക്റ്റിന്റെയും ട്രാൻസ്വേഴ്സിന്റെയും വാല്യൂ എന്ന് പറയുന്നത് എല്ലും എമ്മും ആണ്. എല്ലും എമ്മും കൂടെ സ്ക്വയർ ചെയ്തിട്ട് കൂട്ടുമ്പോൾ 1000 കിട്ടണം. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് റേഡിയ 200. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു എല്ലിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എൽ എന്താ? ഡയറക്റ്റ് ആണ്. ദാറ്റ് ഇസ് ഡി സ്ക്വയർ മൈനസ് R1 മൈനസ് R2 ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ R2 മൈനസ് R1 ദ ഹോൾ സ്ക്വയർ. ദെൻ അടുത്ത ട്രാൻസ്വേഴ്സ് എന്താണ്? ഡി സ്ക്വയർ മൈനസ് R1 പ്ലസ് R2 ദ ഹോൾ സ്ക്വയർ ആണോ? ഇതാണ് എല്ലും എമ്മും. ഇതിന്റെ സ്ക്വയർ ആണ് 1000. അപ്പൊ റൂട്ട് പോകത്തില്ലേ? അപ്പൊ ഡി സ്ക്വയർ മൈനസ് R2 മൈനസ് R1 എന്നും ഡി സ്ക്വയർ മൈനസ് R2 പ്ലസ് R1 ദ ഹോൾ സ്ക്വയർ എന്നും കിട്ടും. ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്താ? 2d സ്ക്വയർ. ഇവിടെ ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ 2d സ്ക്വയർ. മൈനസ് കോമൺ ആയിട്ട് എടുക്ക്. ദെൻ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ ആ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എന്താണ്? 2 ടൈംസ് 2a സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ എന്നല്ലേ? ദാറ്റ് ഇസ് 2 ടൈംസ് R1² പ്ലസ് 2 ടൈംസ് R2². ആ 2 കോമൺ ആയിട്ട് എടുക്ക്. ഡിയിലും 2 കോമൺ ആയിട്ട് എടുക്ക്. 2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1000ന്റെ പകുതി 500 വരും. ഓക്കെ, അപ്പൊ ഡി സ്ക്വയർ മൈനസ് R1² പ്ലസ് R2² ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സം ഓഫ് ദ റേഡിയ എന്താ? 200 എന്ന് പറഞ്ഞാൽ അപ്പോ എന്താണ്? 2d സ്ക്വയർ. ഒരു സെക്കൻഡ്. 2d സ്ക്വയർ R1² 1000 500 സോറി 10√7 ആണല്ലേ വരുന്നത്? 10√7. അതായത് മൈനസ് രണ്ടിടത്തും ഇല്ലേ? മൈനസ് അല്ലേ രണ്ടിടത്തും വരുന്നേ? അപ്പോ നമുക്ക് എന്ത് കിട്ടും? 700 വരും അല്ലേ? 700 ആണ് വരുന്നത്. സോ 10√7. സോറി ബി ഓപ്ഷൻ 10√7. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ. അപ്പം എത്ര ക്വസ്റ്റ്യൻ ആയിടാ? 19 ക്വസ്റ്റ്യൻ എന്തോ ആയിട്ടുണ്ടോന്ന് തോന്നുന്നു കേട്ടോ. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹5,000 ഫോർ 2 years at 20% per annum. കോമ്പൗണ്ട് ഹാഫ് ഇയർലി ആണ്. ഹാഫ് ആകുമ്പോൾ 2 വർഷം 4 വർഷമാവും. 20%, 10%. സോ 5000ന്റെ 10%. 5000ന്റെ 10% എന്ന് പറയുമ്പോൾ 500 ഇൻറ്റു 4 വരും. ദെൻ 500 10%. 500ന്റെ 10% 50 ഇൻറ്റു 6 വരും. ദെൻ 50ന്റെ 10% 5 വരും. 5 ഇൻറ്റു 4 വരും. ദെൻ 5ന്റെ 10% എന്ന് പറയുമ്പോഴത്തേക്കും 0.5. സോ 5 ഇൻറ്റു 4 2000 320.5 2320.5. ഓപ്ഷൻ നമ്പർ ഡി. കിട്ടിയോ? നമ്മുടെ മെത്തേഡ് എന്താണ്? പാസ്കൽസ് ട്രയാങ്കിൾസ് എന്താണ്? 4 വർഷം. 4 വർഷത്തിന്റെ നമ്പർ എന്താ? 14641. അതിൽ ഇതാണ് അവിടുത്തെ ഉണ്ടെന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആണോ? അതല്ലേ അവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. 5000ത്തിന്റെ 10% 500 എത്ര പ്രാവശ്യം വരും? 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ 500ന്റെ 10% 50 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 50 10% എടുക്കുക. എത്ര പ്രാവശ്യം? 50ന്റെ 10% 5 എത്ര വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം? 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത 5ന്റെ 10% എന്താണ്? 0.5 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? 1 പ്രാവശ്യം. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ ആണോ? 2000 2300 2320. അപ്പൊ അത് 300 വന്നപ്പോൾ തന്നെ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു 2 മാത്രം മതി. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A shopkeeper sells 2 shirts at ₹500 each. One gain 25%, other 25 loss. അങ്ങനെയാണെങ്കിൽ നെറ്റ് ലോസ് x² by 100 ദാറ്റ് ഇസ് 25 625 6.25%. 6.1/6 16 ആണെങ്കിൽ ₹1 ദാറ്റ് ഇസ് 15 ആകുമ്പോഴത്തേക്കും 500 1000 അല്ലേ? സോ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1000/15. 1000/15 എത്ര? 1000/15 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 20 200/3 66.67. ലോസ് ആണോ ഗെയിൻ ആണോ? ലോസ് ആണോ ഗെയിൻ ആണോ? ലോസ്. സോറി
അതും നമ്മൾ എന്താ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഷോപ്പ് കീപ്പർ സെല്ല് ചെയ്യുന്നത് 500 രൂപയ്ക്കാണ് അല്ലെ? സെല്ലിംഗ് പ്രൈസ് തുല്യമാണെങ്കിൽ, നോട്ട് ചെയ്തോണേ, സെല്ലിംഗ് പ്രൈസ് തുല്യമാണെങ്കിൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് തുല്യമാണെങ്കിൽ ഒരേ നമ്പേഴ്സ് ലോസും ഗെയിനും വരുവാണെങ്കിൽ, ഒരേ നമ്പേഴ്സ് ലോസും ഗെയിനും വരുവാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x²/100 ആണ്. ഓക്കെ, ഒരേ ലോസും ഒരേ ഗെയിനും നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. മൈനസ് വരുമ്പോൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തോ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ -25 + 25 -25 × 25 625/100 എന്ന് പറഞ്ഞാൽ 6.25% ലോസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 6.25% എടുക്കുവാണെങ്കിൽ എന്ത് കിട്ടത്തില്ല? ഫ്രാക്ഷൻ വാല്യൂ എടുക്കുന്നതായിരിക്കും ബെറ്റർ. 6.25 എന്ന് പറയുമ്പോഴത്തേക്ക് 8/12 പകുതി അല്ലേ? 12 പകുതി 6.25. അപ്പൊ 12 എന്താ 1/8 ആണെന്നറിയാം. അപ്പൊ അതിന്റെ ഇരട്ടി എത്രയാ? 1/60. അതായത് 1/60 ലോസ്. 16 രൂപയുടെ സാധനം 1 രൂപ നഷ്ടം വന്ന് 15 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. 15 രൂപ എന്ന് പറയുന്നത് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് 500 രൂപ ഈച്ചാണ് എന്ന് പറഞ്ഞാൽ 15 എന്ന് പറഞ്ഞാൽ 500 2 ഷർട്ട് ഇല്ലേ? അപ്പൊ 1000 രൂപ. അപ്പൊ 15 എന്ന് പറയുന്ന 1000 ആണെങ്കിൽ 1 രൂപയല്ലേ ഇവിടെ നഷ്ടം വരാം? 1 രൂപ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ 1000/15 200/3 66. ഓക്കെ, 66 കിട്ടിയാൽ മതി. ഗെയിന് ലോസ് നമുക്കറിയാം, മൈനസ് ആണ് വരുന്നത്, ലോസ് ആണ് വരുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഈ 40% ഓഫ് P + Q = 60%, അതായത് 2/5 P + Q എന്ന് പറയുന്നത് 3/5 P - Q ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. P + Q/P - Q എന്ന് പറയുന്നത് 3/2 എന്ന് വരും. പിയുടെ വാല്യൂ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 5 ഓപ്ഷനിൽ വരുന്ന 2 എണ്ണം ഉണ്ട്. P - Q 3/2 - 1 5:1. ഓപ്ഷൻ നമ്പർ A. തന്നിരിക്കുന്നത് എന്താ? 40% ആണ്. 40% ഫ്രാക്ഷൻ വാല്യൂ എന്താ? 2/5 ആണല്ലോ. ദെൻ 60% ഫ്രാക്ഷൻ വാല്യൂ എന്താ? 3/5. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് P + Q/P - Q എന്ന് വരും. 3/2 എന്ന് വരും. കിട്ടിയോ? അത്രയും കിട്ടിയോ? ദെൻ ഇത് കോഷ്യൻ ഡിവിഡൻഡ് റൂള് അല്ലേ? രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. ഈ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുമ്പോൾ ക്യൂവും കൂടെ പോകും. 2P വരും. അതായത് 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ 5 വരും. അതായത് 2P എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. രണ്ടും കൂടെ ഒന്ന് മൈനസ് ചെയ്ത് നോക്കിക്കേ. മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പിയും പോവും. ഓക്കെ അല്ലേ? അപ്പോൾ 2Q എന്ന് പറയുന്നത് 1ഉം വരും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തും പിയും ക്യൂവിന്റെ വാല്യൂ 5ഉം 1ഉം വരും. കമ്പോണന്റോ ഡിവിഡൻഡോ റൂൾ. ഓക്കെ അല്ലേ? എത്ര സെക്കൻഡ് എടുത്ത് കാണും? നോക്കിക്കോണേ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. In a circle, the chord AB and CD are equal. The angle subtended by AB at the circumference is 65 ആണെങ്കിൽ angle subtended by CD at circumference സിമ്പിൾ എന്താണ്? 65. ഈക്വൽ കോഡ് സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾ അറ്റ് ദ സർക്കംഫറൻസ്. ശരിയാണോ? ഈക്വൽ കോഡ് ലെങ്ത് ഈക്വൽ ആണ്. സോ ഈക്വൽ കോഡ് ലെങ്ത് ആണെങ്കിൽ എന്തായിരിക്കും? ഈക്വൽ ആംഗിൾ ആയിരിക്കും അത് സബ്റ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈക്വൽ ലെങ്ത് ഉള്ള കോഡുകൾ സർക്കംഫറൻസിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാട്ട് ഈസ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 16/45, 24/60, 32/. 16/45, 24/60, then 32/75. സിമ്പിൾ ഫോമിൽ എഴുതണം. 24നെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് 6 4 4 2/5. സോ 16 2 32 2 വരും. 2 ഓപ്ഷനുള്ള ഒരെണ്ണം 2/2 25. സിമ്പിൾ. എങ്ങനെയാ വരുന്നേ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രാക്ഷൻ വരുന്ന കേസിൽ HCF എന്ന് പറയുന്നത് HCF ഓഫ് ദ ന്യൂമറേറ്റർ ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, ഇവിടെ 16 ഫ്രാക്ഷൻ 24/60 വീണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ? 4/10 എന്ന് വരും. 2/5 എന്നാ വരിക. ഏറ്റവും സിമ്പിൾ ഫോമിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? HCF കണ്ടുപിടിക്കാൻ. സോ 16 2 32. ഇതിന്റെ HCF എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താ? എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2. സോ ന്യൂമറേറ്ററിൽ എന്ത് വരും? 2 വരും. ഓപ്ഷനിൽ ഒരെണ്ണം അല്ലേ ഉള്ളൂ. ദെൻ HCF എന്ത് വരും? 45ന്റെ 5ന്റെ 75ന്റെയും LCM 225. അത് നോക്കേണ്ട കാര്യമില്ല, കാരണം ഓപ്ഷനിൽ ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, then moving to last question. A regular triangle and a regular hexagon have equal areas. What is the ratio of their side? √3a²/4 6 √3a²/4. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. സോ √6 1. ഈക്വൽ റെഗുലർ ട്രയാങ്കിൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ?
√3 a² ആണ്. ആണോ? ദെൻ √3 6 √3 ഇത് a1 ആണെങ്കിൽ ഇത് a2² 4 ആണ് റെഗുലർ ഹെക്സഗൺ. ദെൻ √3 4ഉം √3 4ഉം പോകും. a1/a2 എന്ന് പറയുന്നത് 1/6 എന്ന് വരും. റൂട്ട് എടുക്കുമ്പോൾ √6ഉം 1ഉം വരും. ഓക്കെ ആണോ? സെറ്റ് ആണോ? നമ്മളിപ്പോൾ 25 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. 25 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതിനകത്ത് ഏകദേശം ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ എടുത്ത ടൈം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു കാണും. അതായത് വളരെ ഷോർട്ട് ടൈമിലാണ് ഷോർട്ട് ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. സോ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് സെഷൻ ഇത്തിരി ഡ്യൂറേഷൻ ഇത്തിരി കൂടിപ്പോയത്. അതല്ലാണ്ട് ചെയ്ത രീതിയിൽ മാത്രം എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് 15 മിനിറ്റിലെ ക്ലാസ് നമുക്ക് തീർന്നേനെ. കാരണം എന്തുകൊണ്ടാണ്? 15 മിനിറ്റ് മതി നമുക്ക് 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇപ്പൊ ചോദിക്കാം, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എളുപ്പമായിരുന്നോ? ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നോ? അല്ല, CGL ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ഇട്ടത്. ഇടയ്ക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഓക്കെ അല്ലേ? എക്സാമിനും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ 15 മിനിറ്റിൽ എല്ലാ ക്വസ്റ്റ്യൻസും കട്ടി ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ കുറേ കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. കഴിഞ്ഞ CPOക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ഹാവ് ടു പ്രാക്ടീസ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണം? പ്രാക്ടീസ് വേണം. മാത്സ് ആണെങ്കിൽ മാക്സിമം നല്ല പ്രാക്ടീസ് വേണം. കാൽക്കുലേഷൻ ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ CGL കടക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനിയും ഇതുപോലത്തെ സെഷൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? എന്തെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സെറ്റാണല്ലോ? ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്